ും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ മാസത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നു. എല്ലാ നന്ദിയോടും കൂടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ഒടുവിലത്തെ മാസത്തിലും കൂടുതൽ ആത്മീയ കൃപകളോടെ ജീവിക്കുവാനും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമ്മുടെ കർത്താവ് പറഞ്ഞ ഗിരിപ്രഭാഷണത്തിലെ ഒടുവിലത്തെ ഭാഗ്യവർണ്ണനയാണ് 1-2 ആഴ്ചകളായിട്ട് നമ്മൾ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 2 വാക്യങ്ങൾ പ്രാരംഭമായിട്ട് ഒരിക്കൽ കൂടി വായിക്കുകയാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ വായിക്കാം. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഈ ഭാഗ്യവർണ്ണനയിൽ നമുക്ക് വളരെ ജീവിതസ്പർശിയായിട്ടുള്ളതായ പ്രധാനപ്പെട്ടൊരു സത്യമാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പഴിയോ ഉപദ്രവമോ പരദൂഷണമോ ഒക്കെ നമുക്കെതിരെ വരാനിടയായിട്ട് തീർന്നാലും നമുക്കെങ്ങനെ വിജയകരമായിട്ട് അതിനെ അഭിമുഖീകരിക്കാം എന്നുള്ളതായ വിലപ്പെട്ട പാഠമാണ് നമ്മുടെ കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഭാഗ്യവർണ്ണനകളെല്ലാം തന്നെ ജീവിതത്തോട് ഒത്തിരി ബന്ധമുള്ളതാണ്. അപ്പം അതുകൊണ്ട് അതിൽ തന്നെ ഈ ഭാഗ്യവർണ്ണനയിൽ അനേകർ തളർന്നു പോകുന്നതായ സാഹചര്യത്തിൽ എങ്ങനെ നമ്മൾ ഭാഗ്യവാന്മാരാണെന്ന് തിരിച്ചറിഞ്ഞ് ജയാളികളായിട്ട് ജീവിക്കാം എന്നുള്ളതാണ് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അതിലെ പല വാക്കുകളും നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായിട്ട് ഓർത്തായിരുന്നു. എൻ്റെ നിമിത്തം എന്ന് പറയുന്നതായ വാക്കിൻ്റെ ആ പ്രയോഗത്തിൻ്റെ മഹത്വം നമ്മൾ കാണാനായിട്ട് ഇടയായിട്ട് തീർന്നിരുന്നു. ആ ബന്ധത്തിൽ ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളെ അധികരിച്ചുള്ളതായ ചില കാര്യങ്ങൾ നമ്മൾ സാമാന്യം വിശദമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് അനേക പ്രമാണങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു. അതെല്ലാം ആവർത്തിക്കേണ്ടതായ ആവശ്യം ഇല്ലല്ലോ. നമുക്ക് നമ്മുടെ കർത്താവിനെ അനുഗമിക്കാൻ ഭാഗ്യം കിട്ടിയ ആളുകളാണ്, അതിന് വിളി കിട്ടിയ ആളുകളാണ്. വിളി അങ്ങനെ എല്ലാവർക്കും കിട്ടാറില്ല. അപ്പോൾ ആ വിളി കിട്ടിയ ആളുകൾ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ കർത്താവിനെ ഏറ്റവും വിശ്വസ്തമായി അനുഗമിക്കുവാൻ കഴിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ധ്യാനിച്ചത്. ഒരു വാക്യം ഈ ആഴ്ചയിൽ ചിന്തിച്ചൊക്കെ വരണം എന്ന് ഞാൻ പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവിന് പ്രസാദകരമാകും വണ്ണം അനുഗമിക്കുവാനായിട്ട് കഴിയണം എന്നു വരികിൽ നമ്മൾ അടിസ്ഥാനപരമായിട്ട് സൂക്ഷിക്കേണ്ടുന്നതായ വളരെ പ്രധാനപ്പെട്ടൊരു സത്യം ആ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ വാക്യം വായിച്ചായിരുന്നു. നമ്മുടെ കർത്താവിനോട് നമുക്കുള്ളതായ സ്നേഹം ഏറ്റവും ശരിയായിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാൻ ഉള്ളതായ ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ അത് കർത്താവ് ആർക്കും മനസ്സിലാകുന്നില്ലാണ് വ്യക്തമാക്കുന്നത്. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. ഇത് ചിന്തിച്ചുകൊണ്ട് വരണമെന്ന് ഞാൻ പറഞ്ഞത്. ഈ വചനം നമ്മൾ ധ്യാനിച്ചാൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഏറ്റവും ശരിയായിട്ടുള്ള തീരുമാനം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്ന പല ആളുകളും
കർത്താവിനോടുള്ള സ്നേഹം വെളിപ്പെടുത്താനുള്ള അവസരങ്ങൾ വരുമ്പോൾ ആ അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് പലപ്പോഴും എനിക്ക് വേദനയായിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം കർത്താവിനോടുള്ള സ്നേഹം വെളിപ്പെടുത്താവുന്ന സാഹചര്യങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അപ്പനോടോ അമ്മയോടോ മകനോടോ മകളോടോ ഒക്കെ ഉള്ളതായ പ്രിയം നിമിത്തവും കർത്താവിനോടുള്ള സ്നേഹം വെളിപ്പെടുത്താൻ കഴിയാതെ അവരോടുള്ള സ്നേഹം വെളിപ്പെടുത്തി പോകുന്നതിനുള്ളതായ സാധ്യതയുണ്ട്. ഞാനീ പറയുന്ന വാചകം നിങ്ങൾ ധ്യാനിച്ചാൽ മതി. അതിലൊത്തിരി ആത്മീക സത്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യവും ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹമാണോ ഈ കാര്യത്തിൻ്റെ പിമ്പിലുള്ള പ്രചോദനം എന്നുള്ളതായ കാര്യം വളരെ സൂക്ഷ്മതയോടുകൂടി പരിശോധിച്ച് അതിലുള്ള കുറവുകളെ കണ്ടെത്തി തിരുത്താനായിട്ട് കർത്താവ് നമുക്ക് ധാരാളം കൃപ നൽകട്ടെ. അതുകൊണ്ട് നാം ഓരോ ദിവസവും നമ്മുടെ കർത്താവിനോടുള്ളതായ സ്നേഹം മറ്റാരേക്കാളും എന്തിനേക്കാളും കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് എല്ലാ സൂക്ഷ്മതയിലും ഉറപ്പാക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ 3 പേർക്ക് അത് സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തോ ഒരു വലിയ നഷ്ടമാണ് സംഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നത് എന്നുള്ളത് നാം അവിടെ കാണുകയാണ്. എന്തിനാണ് നമ്മളിതിങ്ങനെ വിശദമായി ചിന്തിക്കുന്നത്? നമുക്ക് ആ നഷ്ടം സംഭവിക്കരുത്. കാരണം ആ നഷ്ടം സംഭവിച്ചാൽ പിന്നെ നമുക്ക് തിരുത്താനായിട്ട് അവസരമുള്ളതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വലിയ ഉൾക്കാഴ്ച സൂക്ഷിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. നമുക്കെല്ലാം അറിയാവുന്ന വാക്യമാണിത്. അനന്തരം കർത്താവ് വേറെ എത്ര പേരെ നിയമിച്ചു? 70 പേരെ നിയമിച്ചു. 3 പേർക്കാണ് ഇവിടെ അവസരം ഉണ്ടായത്. എന്നെ അനുഗമിക്കാമെന്നൊക്കെ കർത്താവ് പറഞ്ഞൊരു അവസരം കിട്ടിയത് 3 ആളുകളാണ്. ആ 3 ആളുകൾ ആ അവസരത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. കർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാതെ പോയില്ല. 3 പേരോട് പറഞ്ഞിട്ട് അവർ 3 പേരും കർത്താവിനെ അനുഗമിച്ചില്ലല്ലോ എന്ന് നമുക്ക് ഈ 9-ാം അധ്യായം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ തോന്നാം. അങ്ങനെ തോന്നണ്ട. കാരണം 10-ാം അധ്യായം തുടങ്ങുമ്പോൾ വേറെ 70 പേര് കർത്താവ് പറഞ്ഞാൽ പോകാൻ ഒരുക്കമായിട്ടിരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, കർത്താവിൻ്റെ കാര്യം എങ്ങനെയെങ്കിലും നടക്കണല്ലോ എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ ത്യാഗം സഹിക്കേണ്ടതായ ആവശ്യമില്ല. കർത്താവിൻ്റെ കാര്യം നടത്താനായിട്ട് കർത്താവിന് 3 പേർ പറ്റില്ല എന്ന് പറഞ്ഞാൽ വേറെ 70 പേർ അതിന് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. കർത്താവിൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യമായി കർത്താവ് നടത്തിയെടുക്കുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ പദ്ധതി ഒരിക്കലും പരാജയപ്പെടുന്ന പദ്ധതിയല്ല. തോറ്റത് ഇപ്പോൾ ആരാണ്? ഈ 3 ആളുകൾക്ക് നല്ല അവസരം കിട്ടി. അവർക്ക് ജയാളികളായിട്ട് തീരാമായിരുന്നു. പക്ഷേ അവരാ അവസരം നഷ്ടപ്പെടുത്തി എന്നുള്ളതിനാൽ അവർക്ക് നഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ആകത്തുകയിൽ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നാമത്തിൻ്റെ മഹത്വം മനസ്സിലായാൽ, ഒരവസരം കിട്ടിയാൽ ആ അവസരം എല്ലാ വിശ്വസ്തതയിലും പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കും. നമുക്ക് വളരെ പരിചയമുള്ളൊരു വാക്യം ഞാനിവിടെ ഒന്ന് ചേർത്ത് ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് ദിവസം 3-ാം അധ്യായത്തിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ലൂക്കോസ് 9-ൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളും 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യവും ചേർന്ന് നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം അവിടെ നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഈ വെളിപ്പാട് 3-ൻ്റെ 10ഉം 11ഉം ഞാൻ വിശദീകരിക്കുമ്പോൾ അധികവും ഈ ലൂക്കോസ് 9-ൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളിൽ നിന്നാണ് വിശദീകരിക്കാറുള്ളത്. അപ്പോൾ ഈ വാക്യം ഞാൻ വിശദീകരിക്കുമ്പോൾ നമുക്ക് വളരെ പ്രസക്തമായിട്ടുള്ള ഈ വാക്യം ഒന്ന് ചേർത്ത് പറയുകയാണ്. ആ വാക്യം ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂതിലാണ് എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഏറ്റവും ശരിയായി പോയ സഭയ്ക്കുള്ള ദൂതിലാണ് കർത്താവ് അത് പറയാനിടയായിട്ട് തീരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ദൂത് വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് ആവശ്യമുണ്ട്. നമ്മൾ ആ വാക്യം ഒന്ന് വായിക്കാൻ തൽക്കാലം ആഗ്രഹിക്കുന്നുള്ളൂ. വായിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ.
സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളും. 11-ാമത്തെ വാക്യമാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. ഞാനിന്ന് 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഈ ചിന്തിച്ചു വരുന്ന വിഷയബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം ചേർത്ത് ഓർക്കാനിടയായി. അതുകൊണ്ടാണ് ആ വാക്യം കൂടി വായിക്കാം എന്ന് ആഗ്രഹിച്ചത്. അവിടെ ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും എന്നുള്ളതായ ആ വാഗ്ദത്തം വരാൻ പോകുന്ന മഹാപീഡന കാലത്ത് ദൈവം കൊടുക്കുന്ന സംരക്ഷണത്തോട് ചേർത്ത് ധാരാളം നമ്മൾ ഓർക്കാവുന്നതുമാണ്. പക്ഷേ അവിടെ മറ്റൊരു സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയും. ഞാൻ കാക്കും എന്ന് കർത്താവ് ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. ഭൂതലത്തിലങ്ങ് വരാൻ പോകുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അങ്ങനെ കാക്കപ്പെടുന്നതിനുള്ള യോഗ്യത എന്താണ്? 10-ാം വാക്യത്തിലുണ്ടത്. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ ഈ പഴിയും ഉപദ്രവവും ദുരാരോപണവും ഒക്കെ കേൾക്കുമ്പോൾ അത് സന്തോഷത്തോടെ സഹിക്കാനായിട്ട് സാധിക്കണം എന്ന് വരികിൽ നല്ല സഹിഷ്ണുത വേണം. സഹിഷ്ണുതയില്ലാത്ത ആളുകൾ പഴിയോ അതുപോലെ ഉപദ്രവമോ ദുഷ്പ്രചരണങ്ങളോ ഒക്കെ കേൾക്കുമ്പോൾ അവിടെ എല്ലാ നിയന്ത്രണവും വിട്ടുപോകും. പിന്നെ അവർ ചിലരൊക്കെ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് പോലും ആർക്കും കണക്ക് കൂട്ടാനായിട്ട് പറ്റുകയില്ല. കാരണം അവരെ അത് വല്ലാതെ അവരുടെ സ്വയബുദ്ധിയെ പോലും ചിലരുടെ നഷ്ടപ്പെടുത്തി കളയുവാൻ ഇടയായിട്ട് തീരും. പക്ഷേ ഈ നാമത്തോടുള്ള പ്രിയം കൊണ്ട് എല്ലാം സഹിക്കുകയാണ്, സഹിഷ്ണുതയോടെ വർത്തിക്കുകയാണ്. കർത്താവ് അവർക്കൊരു വാഗ്ദത്തം കൊടുക്കുകയാണ്. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിൽ നിന്ന് വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ. അപ്പോൾ സഹിഷ്ണുതയ്ക്കുള്ള സാഹചര്യവും സഹിക്കാനുള്ളതായ സാഹചര്യങ്ങൾ ദൈവം നമുക്ക് തരുമ്പോൾ, അതും ഈ നാമത്തിൽ സഹിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുമ്പോൾ അതൊരു ഭാഗ്യമായിട്ട് കണക്കാക്കി എല്ലാ സഹിഷ്ണുതയോടും കൂടെ നമുക്ക് ഈ സാഹചര്യത്തെ അഭിമുഖീകരിക്കുവാനായിട്ട് കഴിയേണ്ടിയിരിക്കുന്നു. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ സഹിക്കാനും സഹിഷ്ണുതയ്ക്കും അതിനുള്ള പോരാട്ടമൊക്കെ നമ്മൾക്ക് ഈ ലോക ജീവിതത്തിലേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. വില്യം സച്ചാൻ്റെ ഒരു മനോഹരമായ പാട്ടുണ്ട്, ജീവിത പോരാട്ടം തീർന്നു എന്നാണത് തുടങ്ങുന്നത്. ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴേ പോരാട്ടമുള്ളൂ, ജീവിച്ചിരിക്കുമ്പോഴേ നമുക്ക് സഹിക്കേണ്ട ആവശ്യം വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മൾ ഇവിടുന്ന് മാറ്റപ്പെടുമ്പോൾ, മരിക്കുമ്പോൾ എല്ലാ പോരാട്ടവും തീരും. നമ്മുടെ കർത്താവ് വന്നാൽ പോരാട്ടം ഇന്നെല്ലാം അവസാനിക്കുകയാണ്, പിന്നെ സമയമുണ്ടാകുകയില്ല. അപ്പോൾ അതുകൊണ്ട് സഹിഷ്ണുതയെക്കുറിച്ചുള്ളതായ വചനം കാക്കാനായിട്ട് നമ്മൾ ജീവിക്കുമ്പോഴേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവം അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമുക്ക് അനുവദിക്കുമ്പോൾ അത് നമ്മുടെ വിജയത്തിനാണ് എന്നുള്ളത് മനസ്സിലാക്കി അത് പ്രയോജനപ്പെടുത്താനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. ദൈവാത്മാവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് ഞാൻ അവിടെ നിന്ന് എടുത്തു പറയട്ടെ. 11-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ വേഗം വരുന്നു. നമുക്കറിയാം, വെളിപ്പാട് ദിവസത്തിൽ എത്രയോ വട്ടം ഈ കാര്യം ആവർത്തിക്കപ്പെടുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ടത്. 22-ാം അധ്യായത്തിൽ തന്നെ 3 പ്രാവശ്യം കർത്താവ് വേഗം വരുന്നു എന്നുള്ളതായ വാഗ്ദത്തം നൽകപ്പെടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ അത് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഉന്മേഷം തോന്നും. കാരണം നമ്മുടെ കർത്താവ് വരാനുള്ള സമയം സമാഗതമായി എന്നുള്ളത് ലോകത്തിലെ സംഭവങ്ങളും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളല്ലാത്തവരും അതിനെക്കുറിച്ചൊക്കെ എന്തൊക്കെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതായ കാര്യം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം
ബൈബിളിൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് വളരെ സൂക്ഷ്മതയോടെ അത് പരിശോധിക്കുന്ന ആളുകൾ അവിശ്വാസികളുടെ കൂട്ടത്തിലും ഈ നാളുകളിൽ ഉണ്ട് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. കർത്താവ് ഈ വാഗ്ദത്തം ആവർത്തിക്കുകയാണ്, ഞാൻ വേഗം വരുന്നു. എന്നിട്ട് അവരോട് പറയുന്നത്, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. അപ്പോൾ അതൊത്തിരി വിശദമായിട്ട് വേണമെങ്കിൽ ചിന്തിക്കാം, പക്ഷെ ഞാൻ അതിൻ്റെ ഒരു ലളിതമായ അർത്ഥം പറയാനേ ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്ക് ഒത്തിരി കിരീടങ്ങൾ വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റിലേക്കും നമ്മൾ പോകുന്നില്ല. കർത്താവിനെ സ്നേഹിക്കുന്ന കാര്യം ഞാനിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നല്ലോ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള കിരീടം ഏതാണ്ട് യാക്കോബ് പറയുന്നുണ്ട്, ജീവകിരീടം അല്ലേ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള കിരീടമാണത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കാനിടയായിട്ട് തീരുന്നതിന് എന്തോ ഒരു ആദരവാണ് നിത്യതയിൽ നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നതായ കാര്യം, ഇവിടെ കർത്താവ് ഈ ഫിലദൽഫിയ സഭയ്ക്കുള്ളതായ ദൂതിൽ പറയുകയാണ്, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ഇപ്പോൾ സ്വർഗത്തിൽ ചെല്ലുന്ന കിട്ടുന്ന കിരീടങ്ങൾ വേറെയുള്ള ആളുകൾ എടുത്തുകൊണ്ട് പോകാതിരിക്കാനായിട്ട് അത് മുറുകെ പിടിച്ചോളും എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. അവിടെ ആ പരിപാടി ഇല്ലല്ലോ, ഇവിടെയാണല്ലോ അതൊക്കെ ഉള്ളത്. അപ്പോൾ അതല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് അവിടെ കിരീടങ്ങൾ നൽകി ആദരിക്കപ്പെട്ടാൽ അത് നിശ്ചയമായിട്ട് വേറെ ആർക്കും എടുക്കാനായിട്ട് കഴിയുകയില്ല. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു, കർത്താവിനെ ഉണ്മയായിട്ട് സ്നേഹിച്ച് അനുഗമിക്കുന്നവർക്ക് ദൈവം കിരീടം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അപ്പനെ കുഴിച്ചിട്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പോയോന് കിട്ടേണ്ട കിരീടം അവന് നഷ്ടപ്പെടാൻ ഇടയായിട്ട് തീർന്നു. വേറെ 70 പേരെ നിയമിച്ചപ്പോൾ അവന് കിട്ടേണ്ടിയത് അവരിൽ ആർക്കോ ലഭിക്കുവാൻ ഇടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ സഭയിലുമൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള സ്പെസിഫിക്കായ നിയോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ ഏത് വില കൊടുത്തു, ഏത് ത്യാഗം സഹിച്ചു അത് പിടിച്ചോളണം. കാരണം അത് നഷ്ടപ്പെടുത്തിയാൽ അത് ആ ജോലി, ആ ശുശ്രൂഷകൾ ദൈവം മറ്റു പലരെയും കൊണ്ടും നിർവഹിപ്പിക്കുവാൻ ഇടയായിട്ട് തീരും. നിനക്ക് കിട്ടേണ്ട കിരീടം അവർക്ക് പോകുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് നമുക്ക് ദൈവം തന്നിട്ടുള്ളതായ കൃപാവരങ്ങൾ, നമുക്ക് ദൈവം തന്നിട്ടുള്ളതായ ആത്മീക ഉത്തരവാദിത്വങ്ങൾ അത് വളരെ കൃത്യമായി മനസ്സിലാക്കി അത് പിടിച്ചുകൊള്ളുവാനും അത് ജ്വലിപ്പിക്കാനുമുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഇവിടെ ഫിലദൽഫിയ സഭയ്ക്ക് കൊടുക്കുന്ന ദൂതിൽ ഈ സത്യം എത്രയോ മനോഹരമായിട്ടാണ് വ്യക്തമാക്കുന്നതായി കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. നമുക്കുള്ളത് പിടിച്ചുകൊള്ളുവാനായിട്ട് കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ദൈവത്തിൻ്റെ വചനം സൂക്ഷിക്കുന്ന കാര്യത്തിലുമൊക്കെ ഈ പദപ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. വളരെ പരിചയമുള്ളൊരു വാക്യം ഞാൻ പറഞ്ഞു പോകാം. 2 ദിവസം എനിക്ക് 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ആ സഭയോട് കർത്താവ് പറയുന്നുണ്ട്, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ, അടുത്ത വാക്കെന്ന് പറയാമോ, മുറുകെ പിടിച്ചുകൊള്ളുവിൻ, മുറുകെ പിടിച്ചുകൊള്ളുവിൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിക്കാനായിട്ട് ദൈവം അവസരം നൽകുമ്പോൾ, ഒരു ചെറിയ ജീവിതം നൽകുമ്പോൾ, ആ ജീവിതം അങ്ങനെ പ്രയോജനപ്പെടുത്തി ജയാളികളായിട്ട് ജീവിക്കുവാൻ ദൈവാത്മാവ് നമുക്കേവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം നമുക്ക് ഓരോ ദിവസവും തിരിച്ചറിയാം. ആ നാമനിമിത്തം ഏത് പഴിയും ഉപദ്രവവും
ദുരാരോപണവും എല്ലാം സന്തോഷത്തോടു കൂടി സഹിഷ്ണുതയോടുകൂടി നമ്മുടെ പ്രാണപ്രിയനെ സേവിക്കേണ്ടതിന് കർത്താവ് നമുക്ക് എല്ലാവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ നാമത്തിൻ്റെ വലിപ്പം മനസ്സിലാകുന്നവർക്ക് ഇത് വിജയകരമായിട്ട് നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളൂ, എൻ്റെ നാമം നിമിത്തം. അതുകൊണ്ട് അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് സാക്ഷ്യം വഹിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ വിശദീകരണത്തിനു വേണ്ടി ഈ പ്രസംഗം അടുത്തിരുന്ന് കേട്ട പത്രോസ് അപ്പോസ്തലൻ ഈ വിഷയത്തിൽ നൽകുന്നതായ ഒരു പ്രബോധനം കൂടി പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ വാക്യങ്ങൾ വ്യക്തമായി എന്ന് എനിക്കറിയാം. എന്നാൽ ഈ പ്രസംഗം അടുത്തിരുന്ന് ശിഷ്യന്മാരാണല്ലോ കേട്ടത്. ശിഷ്യന്മാരടുത്തിരുന്ന് കേട്ടപ്പോൾ യോഹന്നാനും പത്രോസും ഒക്കെ ആയിരിക്കാം വളരെ അടുത്തിരുന്ന് കേട്ടത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്, അതൊന്നും ഇപ്പോൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ ഈ വിഷയത്തിൽ വളരെ മനോഹരമായ പ്രബോധനം നമുക്ക് നൽകുന്നുണ്ട്. 3 വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആദ്യം, ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനോ ആയിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. ഞാൻ ഈ വാക്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഓർത്തിയൊരു കാര്യം, നമ്മുടെ കർത്താവിൻ്റെ ആ പ്രതിപാദനം, ആ പ്രതിപാദനത്തോട് ചുവട് പിടിച്ചാണ് പത്രോസ് അപ്പോസ്തലൻ ഈ പ്രബോധനം നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇതാണ് നല്ല ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ പ്രത്യേകത. കാരണം കർത്താവിൻ്റെ അടുത്തിരുന്ന് ഈ പ്രസംഗം കേട്ട പത്രോസ് അപ്പോസ്തലൻ പിന്നെ വിശ്വാസികൾക്ക് പ്രബോധനം എഴുതുമ്പോൾ, ലേഖനം എഴുതുമ്പോൾ ആ വാക്കുകളോട് ചുവട് പിടിച്ചാണ് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ, നമ്മുടെ ഗുരുനാഥൻ്റെ ഈ പ്രസംഗം നമ്മൾ വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, ഇപ്പോൾ വായിക്കാനും കേൾക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ടല്ലോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ, അത് കേട്ടാൽ അത് നമ്മുടെ ജീവിതത്തെ മാത്രമല്ല നമ്മുടെ ശുശ്രൂഷയെയും അത് നേരിട്ട് സ്വാധീനിക്കുവാൻ ഇടയായിട്ട് തീരും. സ്വാധീനിക്കണം, അതാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഗുരുവിൻ്റെ പ്രസംഗവും ജീവിതവും ഒരു ശിഷ്യനെ സ്വാധീനിച്ചാൽ അത് ജീവിതത്തിൽ പ്രതിഫലിക്കപ്പെടും. അത് പ്രബോധനത്തിനും ശുശ്രൂഷയിലും നിശ്ചയമായിട്ടും പ്രതിഫലിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ ഈ പ്രതിപാദനത്തിലുള്ള സമാനത അത് അതിൽ തന്നെ നമുക്ക് ഒരു മനോഹരമായ പാഠം നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെ പത്രോസും പറയുന്നത്, നിന്ന സഹിക്കേണ്ടി വന്നാൽ ഭാഗ്യവാന്മാർ. കർത്താവും പറഞ്ഞ അതാണ്. പഴിയും ഉപദ്രവവും ദുഷ്പ്രചരണവും ഒക്കെ സഹിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്. കർത്താവ് എൻ്റെ നാമനിമിത്തമെന്നാണ് അവിടെ വിശദീകരിക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ അത് എഴുതുമ്പോൾ അത് തന്നെയാണ് എടുത്തു പറയുന്നത്. അതെന്നെ വളരെ സന്തോഷിപ്പിച്ചതായൊരു കാര്യമാണ്. പത്രോസ് അപ്പോസ്തലൻ എഴുതുന്നത്, ഈ നിന്ന ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം ഉള്ളതാണ്, എൻ്റെ നാമം നിമിത്തം. നമുക്കറിയാം, ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ആ ദൂതുകൾ വായിക്കുമ്പോഴും ഇതിൻ്റെ ആവർത്തനം നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു വാക്യം വന്നു കാണുമായിരിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ എഫെസോസിലെ സഭയെ പ്രശംസിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും
തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. അപ്പോൾ കർത്താവ് അവരെ പ്രശംസിച്ച് വരികയാണ്. എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചു, തളർന്നു പോകാതെ സഹിച്ചു. അപ്പോൾ നമ്മുടെ പ്രതിപാദ്യവാക്യത്തിലും ആ സത്യം ഉണ്ടല്ലോ. ചിലരൊക്കെ സഹിക്കും, സഹിക്കാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ, നിവൃത്തിയില്ലല്ലോ, സഹിക്കണം, അങ്ങനെ സഹിക്കും. പക്ഷേ കർത്താവിടെ പറഞ്ഞത് ഈ പഴിയും ഉപദ്രവവും ഒക്കെ അങ്ങനെ സഹിക്കാനാണ് പറഞ്ഞേക്കണത്? അല്ല. പിന്നെ അതൊന്നും ബാധിക്കാത്ത നിലയിൽ അത് സന്തോഷത്തോടെ അതാണ് ഭാഗ്യം. ദൈവമേ എനിക്കിങ്ങനെയൊക്കെ വന്നല്ലോ, അതെനിക്ക് മാത്രമേ ഉള്ളൂല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സഹിക്കുന്ന ആളുകളുണ്ട്. അത് വിജയകരമായ സഹനമല്ല. അപ്പോൾ ഇവിടെ കർത്താവ് അവിടെ ആ സഭയോട് പറയുകയാണ്, എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. യോഹന്നാൻ എന്തിനാണ് പത്മോസിൽ പോയതെന്ന് നമ്മൾ കൂടെ ഓർക്കാറുണ്ട്. വെളിപ്പാട് 1:9 അതിൻ്റെ കാരണമുണ്ടല്ലോ. 2 കാരണമാണ്. ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം എന്ന് പറഞ്ഞാൽ ആ നാമത്തിൻ്റെ സാക്ഷ്യം സൂക്ഷിക്കേണ്ടതിനു വേണ്ടിയാണ് പത്മോസിൻ്റെ ഏകാന്തതയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. എനിക്ക് അടുത്ത വാചകം പറയാനൊരു പേടിയുണ്ട്. ആ പേടി ഞാൻ മുൻകൂർ ജാമ്യമായിട്ട് എടുത്ത് പറയുകയാണ്. യോഹന്നാൻ അങ്ങനെ പോകണ്ടെന്ന് വിചാരിച്ചൊന്നിരിക്കുക, അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. യോഹന്നാൻ അങ്ങനെ പോയി, അത് നമ്മുടെ വലിയ പ്രചോദനമാണ്. പക്ഷേ യോഹന്നാൻ അങ്ങനെ പോകണ്ട, തൽക്കാലം നാട്ടിൽ നിൽക്കാവുന്ന നിലയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. അത് ഈ നാമത്തിന് എന്തോ ഒരു അപമാനമായിരിക്കും. കർത്താവിൻ്റെ നാമത്തിന് അത് വലിയ അപമാനമായിരിക്കും, വലിയ സാക്ഷ്യക്കുറവായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഈ നാമനിമിത്തം സഹിക്കേണ്ട സ്ഥലത്ത് സഹിക്കാതെ അസഹിഷ്ണുരായിട്ട് നമ്മൾ തീരുമ്പോൾ ഈ നാമത്തിൻ്റെ മഹത്വമാണ് മങ്ങിപ്പോകുവാൻ ഇടയായിട്ട് തീരുന്നത്. നമുക്ക് ഭാഗ്യവാന്മാരുടെ ഗണത്തിൽ പെടാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഈ പറയുന്ന വാക്കുകൾ അതിൻ്റെ എല്ലാ പ്രാധാന്യത്തിനും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. കർത്താവിൻ്റെ നാമനിമിത്തവും വചനം നിമിത്തവും സഹിക്കാനുള്ള അവസരങ്ങൾ പദവിയായി കണ്ട് സഹിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം എന്നുള്ളതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ നാമനിമിത്തം എന്തും സഹിക്കാം. ഈ നാമത്തിൻ്റെ മഹത്വം അറിയുന്നവർ ആ മഹത്വം സൂക്ഷിക്കാനായി എന്തും സഹിക്കും, സന്തോഷത്തോടെ സഹിക്കും, തളരാതെ സഹിക്കും. നമ്മൾ സാധാരണ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, മനമേ തളരാതെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ തളരണ്ട. നമുക്ക് എല്ലാ ആഘോഷത്തോടും കൂടെ സന്തോഷത്തോടും കൂടെ ഈ നാമത്തിൽ സഹിക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. കാരണം സഹനം ഭാഗ്യമാണെന്ന് നമ്മുടെ ഗുരുനാഥൻ എത്രയോ വ്യക്തമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആ പ്രസംഗം കേട്ടതായ അടുത്തിരുന്ന് കേട്ട പത്രോസ് അപ്പോസ്തലനും അത് പിന്നെയും പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്രയോ ഭക്തന്മാർ കഴിഞ്ഞ നാളുകളിൽ തങ്ങളുടെ ജീവിതം കൊണ്ട് അത് ഉറപ്പിച്ച് സാക്ഷ്യം വഹിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. നമ്മുടെ കുറിവാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, ഇതെല്ലാം പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ദൈവജനത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പ്രവാചകന്മാരോട് ദൈവജനം എങ്ങനെ ഇടപെട്ടിട്ടുള്ളത് അതാ വാക്യത്തിൽ പറയുന്നുണ്ട് ഇല്ലേ? 12ാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട്. കർത്താവ് പറയുകയാണ്, ഈ പ്രമാണം പറഞ്ഞ് ഉറപ്പിക്കുമ്പോൾ പറയുകയാണ്, പ്രവാചകന്മാർ അങ്ങനെ സഹിച്ചാണ് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹിക്കാനുള്ള അവസരങ്ങൾ ഏറ്റവും വിജയകരമായി പ്രയോജനപ്പെടുത്തത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ ഇന്ന് പകൽ എന്നെ ധൈര്യപ്പെടുത്തിയൊരു കാര്യം കൂടി ചേർത്ത് പറയുകയാണ്. സഹനത്തിൻ്റെ വഴിയിൽ ചിലപ്പോൾ
ഭയം തോന്നാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. സഹനത്തിൻ്റെ വഴിയിൽ എൻ്റെ ഒന്നാമത്തെ നിമിഷം മുതൽ വളരെ ധൈര്യമായിട്ടിരിക്കും എന്ന് വിചാരിക്കണ്ട. ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും ആദ്യം ഒരു ഭയം തോന്നിപ്പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. യോഹന്നാനും അതുണ്ടായി. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യത്തിൽ അത് പ്രത്യേകിച്ച് വായിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ നമുക്ക് നല്ല പരിചയമുള്ള വാക്യമാണ്. കർത്താവിനെ യോഹന്നാൻ പത്മോസിൽ കണ്ടപ്പോഴും ആരെ പോലെ വീണു എന്നാണ് വായിക്കുന്നത്. മരിച്ചവനെ പോലെ വീണു. എന്നിട്ട് യോഹന്നാനോട് കർത്താവ് പറഞ്ഞ ആ വാക്ക് നമുക്കൊന്ന് നോക്കി പോകാം. 17-18 ഒന്നങ്ങ് ചേർത്ത് വായിച്ച്. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ആ വാക്കുകളെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല, വിഷയം മാറിപ്പോകും. ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, യോഹന്നാൻ കർത്താവിനെ കണ്ടപ്പോഴും ഒരു ഭയം യോഹന്നാനെ ഭരിച്ചു. അതിനൊരു കാര്യമില്ല നമ്മൾ പറയുമെങ്കിലും യോഹന്നാൻ അതെല്ലാം മുഴുവൻ മനസ്സിലാകുന്നില്ല. നമ്മളാണെങ്കിലും നമുക്ക് മുഴുവൻ മനസ്സിലാവില്ല. അപ്പം അതുകൊണ്ട് യോഹന്നാനെ അത് വല്ലാതെ ആ ദർശനം ഭയപ്പെടുത്തി. എല്ലാ പ്രചോദനവും ഉൾക്കൊള്ളാവുന്നൊരു ദർശനമാണ്. പക്ഷേ യോഹന്നാനെ അത് ഭയപ്പെടുത്തി എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ അവിടെ കർത്താവ് ചെയ്ത ആ കാര്യം എത്ര മനോഹരമായിട്ടുള്ളതായൊരു കാര്യമാണ്. ആ വാക്യത്തിൽ കർത്താവ് വലങ്കൈ അവൻ്റെ മേൽ വെച്ചു. അവിടെ എന്നാ പറഞ്ഞത്? ഭയപ്പെടേണ്ട. അപ്പോൾ ഈ മരിച്ചവനെ പോലെ വീണയാളുടെ ഉള്ളിൽ ഭയമുണ്ടോ എന്നുള്ളത് നമുക്ക് മുഴുവൻ അറിയാൻ പാടില്ല. പക്ഷെ കർത്താവിന് കൃത്യമായിട്ട് അറിയാമല്ലോ. അപ്പോൾ കർത്താവ് വലങ്കൈ അവൻ്റെ മേൽ വെച്ച് അവനെ ധൈര്യപ്പെടുത്തുകയാണ്. വലിയൊരു പ്രതിസന്ധിയുടെ നടുവിൽ ആ ദൈവഭക്തൻ നിൽക്കുകയാണ്. അപ്പോൾ യോഹന്നാൻ്റെ മേൽ തൻ്റെ വലങ്കൈ വെച്ച് അവനെ ധൈര്യപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. നമുക്കറിയാം, ഒരു സ്പർശനം അതെന്ത് ആശ്വാസമായിരിക്കും. ഞാൻ ഈ ക്ലാസ്സിൻ്റെ സീരീസിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. കൊറോണയൊക്കെ ബാധിച്ച കാലഘട്ടത്തിൽ ഒരു സ്പർശനത്തിന് വേണ്ടി കൊതിച്ച എന്തോരം രോഗികളുണ്ടായിരുന്നു. ചിലരൊക്കെ വന്ന് ഡോക്ടർക്ക് എന്നെ തൊടാമോ എന്ന് പോലും ചോദിച്ച വാർത്തകൾ അന്ന് വരാനിടയായിട്ട് എല്ലാവരും മാറി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമാണത്. അതിന് വല്ലാത്ത ഒറ്റപ്പെടലാണ്. അപ്പോൾ ഇവിടെ കർത്താവ് വലങ്കൈ അവൻ്റെ മേൽ വെച്ച് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, കർത്താവ് തൻ്റെ ചില പ്രത്യേകതകൾ ആ സന്ദർഭത്തിൽ അവിടെ വ്യക്തമായിട്ട് വിശദീകരിക്കുകയാണ്. അതാണെന്ന് പകൽ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയത്. ഞാൻ ആദ്യനും അന്ത്യനുമാണ്, ജീവനുള്ളവനാണ്. പിന്നെ യോഹന്നാനോട് പറയാം, യോഹന്നാനെ നീ ആൾ മാറിപ്പോയെന്ന് വിചാരിക്കണ്ട. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യോഹന്നാനെ, ഞാൻ തന്നെയാണ് നിൻ്റെ അടുക്കൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ കർത്താവ് എത്ര സ്നേഹത്തോടു കൂടിയാണ്, എത്ര ആർദ്രതയോടുകൂടിയാണ് നമ്മുടെ സാഹചര്യത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞ് നമ്മോട് കരുണ കാണിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. ഞാൻ ഈ മഹാനിയോഗത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ചില ക്ലാസ്സുകൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാർ കർത്താവ് കൽപ്പിച്ചിരുന്ന മലയിലേക്ക് പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ നമ്മളവിടെ വായിക്കുന്ന അടുത്ത വാചകം, കർത്താവ് തൻ്റെ അധികാരം അവകാശപ്പെടുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പക്ഷെ അതിന് മുമ്പൊരു മനോഹരമായ വാക്യമുണ്ട്. അത് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ഞാൻ തിരിച്ചറിയാനിടയായിട്ട് തീർന്നത്. കർത്താവ് അവരുടെ അടുത്ത് ചെന്ന്, ആ 11 ശിഷ്യന്മാർ അവരുടെ അടുത്ത് ചെന്നാണ്
സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. കർത്താവിനെ കണ്ടപ്പോൾ ചിലർ നമസ്കരിച്ചു, ചിലർ എന്ത് ചെയ്തു? ചിലർ സംശയിച്ചു. കാരണം ഈ 11 പേരിൽ തന്നെ ചിലർ നമസ്കരിച്ചു, ചിലർ സംശയിച്ചു. ഇത്രയും സമയമായിട്ട് ഇവർക്ക് എന്നെ മനസ്സിലായില്ല അല്ലേ? അങ്ങനെയല്ല കർത്താവ് ചിന്തിച്ചത്. സംശയിച്ചവരെ ധൈര്യപ്പെടുത്തുമാറ്, അവരെ ഉറപ്പിക്കേണ്ടതിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ അടുക്കലേക്ക് ചെന്ന് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഗുരുനാഥൻ്റെ പ്രത്യേകത, ആ 11 പേരിൽ ഒരാളാണ് യോഹന്നാൻ. ഇപ്പോൾ പത്മോസിൽ തനിച്ചാണ്. അപ്പോൾ യോഹന്നാൻ വല്ലാതെ ഭയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ യോഹന്നാൻ്റെ അടുക്കലേക്ക് ചെന്ന് അവൻ്റെ മേൽ കൈവച്ച് അവൻ്റെ എല്ലാ സംശയവും കർത്താവ് മാറ്റുകയാണ്. ഈ താഴെയുള്ള വാക്യത്തിലേക്ക് വരുമ്പോൾ എന്ത് വിശദീകരണമാണ് അവിടെ യോഹന്നാനോട് പറയുന്നത്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇത് എന്നേക്കും ജീവിച്ചിരിക്കുന്നു. പിന്നെ പറയുകയാണ്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. പിന്നെ യോഹന്നാൻ എന്തിനാ ഭയപ്പെടുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗുരുനാഥൻ അടുത്ത് വന്നാൽ, അവൻ്റെ വലങ്കൈ നമ്മുടെ മേൽ വെച്ചാൽ, നമ്മുടെ കർത്താവ് ഇങ്ങനെ നമ്മോട് പറഞ്ഞാൽ, ഏത് പ്രതിസന്ധിയിലും ദൈവമക്കളായ നമുക്ക് ധൈര്യത്തോട് കൂടെ നിൽക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഗുരുവിൻ്റെ മനസ്സ്, ആർദ്രത എത്രയോ മനോഹരമാണ്, എത്രയോ മനോഹരമാണ്. അതുകൊണ്ട് യോഹന്നാനെ അങ്ങനെ അടുത്തു വന്ന് ധൈര്യപ്പെടുത്തുന്നു എന്നുള്ളതായ അനുഗ്രഹീതമായ സത്യം നമ്മളിവിടെ കാണുകയാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, ഏത് വലിയ ആളുകളും ധൈര്യം ക്ഷയിച്ചു പോകാം. നിങ്ങളോടൊരു ലിസ്റ്റ് പറയാൻ പറഞ്ഞാൽ അങ്ങനെ ധൈര്യം ക്ഷയിച്ചു പോയ പലരുടെയും കാര്യം പറയാനുണ്ടായിരിക്കും എന്നു വിചാരിക്കുക. ഞാൻ വചനം ചിന്തിക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് നെഹമ്യാവിൻ്റെ 6-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം വായിക്കണ്ട. ഇപ്പോൾ അവിടെ നെഹമ്യാവ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കുകയാണ്. നെഹമ്യാവിനെ പോലെ ജയാളിയായിട്ടുള്ളൊരു നേതാവ്, അങ്ങനെ പറയാം. കാരണം നെഹമ്യാവിൻ്റെ നേതൃത്വം എന്തു മനോഹരമായ നേതൃത്വമായിരുന്നു. ഇപ്പോഴത്തെ പുതിയ ബിസിനസ് മാനേജ്മെൻറ്റ് പാഠങ്ങളുമൊക്കെ നെഹമ്യാവിൻ്റെ പുസ്തകത്തെ ബേസ് ചെയ്താണ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. കാരണം എത്ര ഭംഗിയായിട്ടാണ് ആ വലിയ ടാസ്ക് അദ്ദേഹം വിജയകരമായിട്ട് പൂർത്തീകരിച്ചെടുക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ദൈവം കൊടുത്ത കൃപയാണ്. പക്ഷെ അത്ര സമർത്ഥനായൊരു വ്യക്തിയായിട്ടാണ് നമ്മൾ നെഹമ്യാവിനെ കാണുന്നത്. പക്ഷേ 6-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നെഹമ്യാവിന് ഒരു കൊച്ചു പ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്കറിയാമോ ആ പ്രാർത്ഥന? ദൈവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ എന്ന് പറഞ്ഞാൽ സൻബല്ലത്തും തോബിയാവും ഒക്കെ വലിയ ഭീഷണികളുമായിട്ട് വന്നിരിക്കുന്നു. നീ രാജാവാകാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അതിനുള്ള ക്രമീകരണം നീ ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയാണ് പറയുന്നത്. എന്തെല്ലാം ആരോപണങ്ങളാണ്. അതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഏതെങ്കിലുമൊക്കെ കാരണത്താൽ നിങ്ങളുടെ ധൈര്യം ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ, കാരണം ഏതുമാകട്ടെ, നമുക്ക് വേണ്ടി മരിച്ചവൻ, ഉയർത്തെഴുന്നേറ്റവൻ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവൻ, അവനാണ് നമ്മുടെ അടുക്കൽ വരുന്നത്. അവനാണ് വലങ്കൈ നമ്മുടെ മേൽ വെച്ച് നമ്മെ ധൈര്യപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അങ്ങനെ കർത്താവ് ആ യോഹന്നാനെ ധൈര്യപ്പെടുത്തി എന്തോരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ഒരുക്കിയത് എന്ന് നമ്മളിവിടെ കാണുകയാണ്. ഇത്രയും കാര്യമൊന്നും യോഹന്നാനെ കൊണ്ട് നടക്കുമെന്ന് യോഹന്നാൻ പോലും വിചാരിച്ച് കാണുകയില്ല. പത്മോസിലേക്ക് പോകുമ്പോൾ വിചാരിച്ച് കാണുക, എല്ലാം തീർന്നല്ലോ. കാരണം ഇനിയിപ്പോൾ വിശ്വാസികളോടുകൂടി ആരാധിക്കാൻ പോലുമുള്ള സാവകാശമില്ലല്ലോ എന്നൊക്കെ യോഹന്നാൻ ചിന്തിച്ചോന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മളൊക്കെ അങ്ങനെ ചിന്തിച്ചു പോകാനുള്ളതായ സാധ്യതയുണ്ട്. എല്ലാം തീർന്നല്ലോ, ഇനി മുമ്പോട്ടൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ പിശാച് ചില ഭയങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാനുള്ളതായ എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ യോഹന്നാനെ തട്ടി ഉണർത്തി വലങ്കയ്യാൻ്റെ മേൽ വെച്ച് അവനെ ധൈര്യപ്പെടുത്തി എന്തോ ഒരു വലിയ നിയോഗത്തിന് വേണ്ടിയാണ് ഒരുക്കിയത്. വെളിപ്പാട് പുസ്തകം വേദപുസ്തകത്തിലെ തന്നെ വ്യത്യസ്തമായൊരു പുസ്തകമാണ്. ആ പുസ്തകം യോഹന്നാനെ കൊണ്ട് എഴുതിപ്പിക്കത്തക്കവണ്ണം
യോഹന്നാൻ്റെ ഗുരു തയ്യാറായി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ഗുരുനാഥൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ വലം കൈ നമ്മുടെ മേൽ വെച്ച് നമ്മെ ധൈര്യപ്പെടുത്തുന്നവനാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. അതുകൊണ്ട് ആ കർത്താവിൻ്റെ മനോഹരമായിട്ടുള്ള ആ സമീപനം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ആ നാമത്തിൻ്റെ വലിപ്പവും മഹത്വവും നമുക്ക് ഉൾക്കൊണ്ട് നാം ഭാഗ്യവാന്മാരാണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് സഹനത്തിൻ്റെ വഴിയിൽ നമ്മുടെ ഭാഗ്യം വർദ്ധിച്ചു വരികയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ വിശദീകരിക്കാതെ അവിടെ നിന്ന് ഒരു വലിയ സത്യം ഒന്നുണ്ട് വാക്കുകളിലൊന്ന് പറയാം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അടുത്ത വാചകം എന്താണ്? സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിൻ. അപ്പോൾ ഈ വചനം വിശ്വസിച്ചാൽ ഇവരാരാണ്? ഈ പഴി പറയുന്ന ആളുകൾ, ഉപദ്രവിക്കുന്ന ആളുകൾ, എല്ലാ തിന്മയും കളവായി പറയുന്ന ആളുകൾ. അപ്പം അത് സഹിക്കേണ്ടതുപോലെ സഹിച്ചാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വലുതായിരിക്കും. പിന്നെ ഞാൻ അവിടുന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ഈ പഴി പറയുന്ന ആളുകളും ഉപദ്രവിക്കുന്ന ആളുകളും എല്ലാ തിന്മയും കളവായി പറയുന്ന ആളുകളും ഒക്കെ ആരാണ് ശരിക്കും? നമ്മുടെ സഹായികളല്ലേ? നമ്മുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിപ്പിക്കുന്ന ആളുകളല്ലേ? നിങ്ങൾ ഈ ഉൾക്കാഴ്ചയൊന്ന് ഏറ്റെടുത്ത് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൻ്റെ ദർശനം മാറും. ഇങ്ങനെ പറയുന്നവരോടൊന്നും യാതൊരു പിണക്കവും നമുക്കുണ്ടാകുകയില്ല. കാരണം അവരൊക്കെ സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുന്ന സഹായികളായിട്ട് ഇന്ന് വർത്തിക്കുന്നവരായിരിക്കും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് ഞാൻ ആസ്വദിക്കുന്നതായൊരു സത്യമാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ചയിലേക്ക് വന്നാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡുകളൊക്കെ മാറും, നമ്മുടെ മനോഭാവങ്ങൾ മാറും. നമ്മൾക്ക് എതിരായി പ്രവർത്തിക്കുന്നെന്ന് തോന്നുന്ന ആളുകളുള്ളതായ നമ്മുടെ സമീപനം മാറും. അതുകൊണ്ട് ഈ വലിയ ഉൾക്കാഴ്ച ഗുരുനാഥൻ നമുക്ക് നൽകുമ്പോൾ നമ്മെ ഏറ്റവും വ്യത്യസ്തരായി എടുക്കാനുള്ളതായ രൂപപ്പെടുത്താനുള്ള നമ്മുടെ ഗുരുവിൻ്റെ പദ്ധതിയായിട്ടാണത് ഇരിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ കാര്യം നമ്മൾ കൂടെ ഓർക്കാറുണ്ടല്ലോ. ഇന്നലെയും ഓർത്ത് കാണുമായിരിക്കും. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. പ്രിയപ്പെട്ടവരെ, എന്തൊരു മനോഹരമായ സത്യമാണിത്. അപ്പോൾ ആ സഹനത്തിൻ്റെ പാതയിലൂടെ നമ്മുടെ ഗുരുനാഥൻ പോകുമ്പോൾ തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമുണ്ടായിരുന്നു. ആ സന്തോഷം നാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാമും സഹനത്തിൻ്റെ വഴിയിൽ പോകുമ്പോൾ സഹിക്കാനായിട്ടൊക്കെ അവസരങ്ങൾ ഒരുക്കുന്ന ആളുകളോട് പ്രത്യേകിച്ച് വിരോധത്തിനോ ശത്രുതയ്ക്കോ പിണക്കത്തിനോ ഒന്നും ആവശ്യമില്ല. ഈ വലിയ ഉൾക്കാഴ്ച നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരട്ടെ. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. 10ാമത്തെ വാക്യത്തിൽ ഒരു സത്യം കൂടി ഞാൻ അതോട് 10ാമത്തെ വാക്യത്തിന് പറഞ്ഞൊരു സത്യം ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് പറയുകയാണ്. 10ാമത്തെ വാക്യം നമ്മൾ വിശദമായി ചിന്തിച്ചല്ലേ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നമ്മൾ ആ വാക്യം വിശദീകരിക്കുമ്പോൾ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ട ഒരു ഭക്തനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഒത്തിരി ഭക്തന്മാർ വേദപുസ്തകത്തിലുണ്ട്. അതിൽ ഒരു ഭക്തനെ കുറിച്ചാണ് ഇതിന് വിശദമായിട്ട് പറഞ്ഞത്. 3-4 ആഴ്ച മുമ്പ് പറഞ്ഞത്. എങ്കിലും ഞാനൊന്ന് ചോദിക്കുകയാണ്, ഏത് ഭക്തനെ കുറിച്ചാണ് ചിന്തിച്ചത്? ദാനിയേലിനെ കുറിച്ചാണ് ചിന്തിച്ചത്. ദാനിയേൽ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ട ആളാണ്. ഒരു കുറ്റവും ഇല്ലാതിരിക്കെ തന്നെ കുറ്റാരോപിതനായി ഉപദ്രവിക്കപ്പെട്ട വ്യക്തിയാണ് ദാനിയേൽ. അപ്പം അത് ഞാനത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞായിരുന്നു, ദാനിയേലിനെ ദൈവം ആദരിച്ചു. ദാനിയേൽ അതെല്ലാം ശരിയായ വഴിയിൽ ഉൾക്കൊണ്ടു. ദാനിയേലിൻ്റെ എല്ലാ അർത്ഥത്തിലും ദൈവം അത് ആദരിച്ചു. ഇനി നിത്യത്തിലും ആദരിക്കാനായിട്ട് പോവുകയാണ്. പല നീതിയിലേക്ക് തിരിക്കുന്നവർ
നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കാൻ പോകുന്നു എന്നുള്ളത് ദാനിയേലിനോട് പറഞ്ഞ വാക്കുകളല്ലേ. അത് സംഭവിക്കാനായിട്ട് പോവുകയാണ്. അന്ന് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ അത് വിശദീകരിച്ചാകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ഈ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാരാണ്. പക്ഷെ നീതിമാനെ ഉപദ്രവിക്കുന്നവൻ ഭാഗ്യവാനാണോ? ഉപദ്രവിക്കുന്നവൻ ഭാഗ്യവാനാണോ? ദാനിയേലിനെ ഉപദ്രവിച്ചവർക്ക് എന്ത് കിട്ടി? സിംഹക്കുഴി കിട്ടി. അവർക്ക് മാത്രമാണോ? തന്ത്രങ്ങളൊക്കെ അവരുടെ തലയിലൂടെ ആയിരിക്കും പോയത്. അവരുടെ ഭാര്യമാരും മക്കളും കുടുംബവും ഒക്കെ ഒരുമിച്ചത് പങ്കിടാനിടയായി. ഞാൻ എന്തോരം വിശദമായി പറഞ്ഞത്. ഇനി അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, നാം ഈ പഴിയും ഉപദ്രവവും ഒക്കെ കേൾക്കുന്നതും സന്തോഷത്തോടെ സഹിക്കുന്നതുമൊക്കെ നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരും. പക്ഷെ നമ്മൾ ദയവ് ചെയ്ത് ആർക്കുമെതിരെ പഴി പറയരുത്, ആരെയും ഉപദ്രവിക്കരുത്, ആരെക്കുറിച്ചും ഒന്നും കളവായി പറയരുത്. അതിനൊക്കെ കൃത്യമായിട്ടുള്ള ദൈവിക നീതിയുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. ദൈവമക്കളാണെങ്കിലും ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് വളരെ സൂക്ഷ്മതയോടെ ഭയത്തോടെ കരുതത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കണം. ഈ വിശദീകരണത്തിൽ വല്ല അപൂർണതയുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അവിടെ ഇത് വളരെ മനോഹരമായിട്ട് ദൈവാത്മാവ് വ്യക്തമാക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നെന്നെ വളരെ സന്തോഷിപ്പിച്ചൊരു വാക്യം ഇവിടെയുണ്ട്. അതുകൂടെ പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ സത്യം പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ട് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ഉന്നതമായ ഉൾക്കാഴ്ചയിലേക്ക് ഒരു ദൈവ പൈതലിനെ നയിക്കുന്നത് എന്താണ് എന്നുള്ളത് അവിടെ വ്യക്തമാക്കുന്നുണ്ട് 15-ാമത്തെ വാക്യത്തിൽ. അതിപ്പോൾ ഒന്ന് പറഞ്ഞു നിർത്താനേ പറ്റുകയുള്ളൂ. കാരണം പഴിയും ഉപദ്രവവും കള്ളപ്രചരണങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ ഭാഗ്യവാനാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ വളരെ കൃപയോടെ അതിനെ അഭിമുഖീകരിക്കുവാനായിട്ട് കഴിയത്തക്കവണ്ണം നമ്മെ സഹായിക്കുന്ന ഒരു ഘടകം അതിൽ ഉണ്ട്. 15-ാം വാക്യം ഒന്നുകൂടി ഒന്ന് വായിച്ചേ അബ്രാമേ. 15-ാമത്തെ 1 പത്രോസ് 4-15-ാമത്തെ വാക്യം. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ. 14-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗം. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. അപ്പോൾ അവിടെ പറയുന്ന ഈ കാര്യം, ഈ ഉപദ്രവവും പ്രയാസങ്ങളും ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഏറ്റവും ശരിയായിട്ടുള്ള മഹത്വം നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതെന്നെ ഇന്ന് വളരെ ധൈര്യപ്പെടുത്തിയൊരു സത്യമാണ്. നമ്മിൽ വസിക്കുന്ന ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയുള്ള പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ ഏറ്റവും ശരിയായ പാതയിൽ നയിക്കുവാൻ ഇടയായിട്ട് തീരും. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ചിന്തിക്കത്തക്കവണ്ണം ഞാൻ മാളികമുറിയിലെ പ്രസംഗത്തിൽ നിന്നൊരു വാക്യം പറയാം. അതും കൂടെ ചേർത്ത് അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങളൊന്ന് ധ്യാനിച്ചുകൊണ്ട് വരണമെന്ന് ഓർപ്പിക്കുകയാണ്. യോഹന്നാൻ 16:14 അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അവിടുത്തെ അവനാരാ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മനോഹരമായ വഴിയിലൂടെ ഈ ആത്മാവ് നമ്മെ നടത്തുകയാണ്. ഒരുപക്ഷെ നമുക്ക് ധൈര്യം ക്ഷയിച്ചിരിക്കുമ്പോൾ, ക്ഷീണം തോന്നുമ്പോൾ, ചെറിയ അസംതൃപ്തിയോ നിരാശയോ ഒക്കെ തോന്നുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുന്നത്, നമുക്ക് ഏറ്റവും കൃത്യമായി നമ്മുടെ പ്രാണപ്രിയൻ്റെ മഹത്വം കാണിച്ചു തരുന്നത്
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനോട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, കാര്യസ്ഥൻ. ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കംഫർട്ടർ എന്നാണ്. സഹായകനാണ്, ഹെൽപ്പറാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ താൽസമയത്ത് സഹായിച്ച് നമുക്ക് ആവശ്യമുള്ള തിരുവെഴുത്തുകളുടെ പ്രകാശം തരും. ഞാൻ എത്രയോ സന്ദർഭങ്ങളിൽ അത് ആസ്വദിച്ചിട്ടുണ്ട്. ആസ്വദിച്ച് കഴിഞ്ഞ് കർത്താവിനോട് നന്ദി പറഞ്ഞിട്ടുണ്ട്. കാരണം എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ല. പക്ഷേ നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതപ്പെട്ട തിരുവെഴുത്തുകളിലൂടെ നമ്മെ നേർനിലത്തിൽ നടത്തി ആശ്വസിപ്പിക്കുക. നമ്മൾ മരണ വീട്ടിലൊക്കെ പറയുന്നൊരു വാക്യമുണ്ടല്ലോ, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു പോകുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, ദൈവാത്മാവ് പ്രകാശിപ്പിച്ച് തരുമ്പോൾ നമ്മുടെ എല്ലാ വേദനകൾക്കും ആശ്വാസം അവിടെയുണ്ട്. എല്ലാ ധൈര്യക്ഷയും അവിടെ പരിഹരിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വാക്യത്തിന് ഒരു ചെറിയ വിശദീകരണം അടുത്ത ക്ലാസ്സിൽ പറയാം. ദൈവാത്മാവ് നമ്മെ സഹായിക്കണം. നാം എത്ര ഭാഗ്യവാന്മാരാണ്. ഈ ഭാഗ്യവർണ്ണനയെല്ലാം നമ്മുടെ ഭാഗ്യമല്ലേ പറയുന്നത്. ഈ അർത്ഥത്തിൽ നാം എത്രയോ വലിയ ഭാഗ്യവാന്മാരാണ്. നമുക്കത് ഉൾക്കൊള്ളാം. അത് ഓരോ ദിവസവും ആസ്വദിച്ച് ജയാളികളായിട്ട് ജീവിക്കാം, സാക്ഷ്യം വഹിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.